വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം. അധ്യായം 20, 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാർ. സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സാദൃശ്യം. രാവിലെ 1 ദനാറ വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. 3-ാം മണിക്കൂറിൽ അവൻ പുറത്തിറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം. അവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും പുറത്തേക്കിറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു. ഏകദേശം 11-ാം മണിക്കൂറിൽ അവൻ പുറത്തിറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നതെന്ത്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തതുകൊണ്ട് എന്നവർ മറുപടി നൽകി. അവൻ പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക. 11-ാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദനാറ് ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും ഓരോ ദനാറ് തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. അവസാനം വന്ന ഇവർ 1 മണിക്കൂറിലേറെ ജോലി ചെയ്തിട്ടുള്ളൂ. എങ്കിലും പകലിന്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അവൻ അവരിലൊരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരനീതിയും ചെയ്യുന്നില്ല. 1 ദനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്? നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക. അവസാനം വന്ന ഇവനും നിനക്ക് ഞാൻ നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം. എന്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനസൂയപ്പെടുന്നു? ഇപ്രകാരം പിൻപന്മാർ മുൻപന്മാരാകും, മുൻപന്മാർ പിൻപന്മാരുമാകും. സ്വർഗരാജ്യം യേശുവിന്റെ ദർശനത്തിൽ. മനുഷ്യരിൽ ഏതാണ്ട് സാർവത്രികമായി തന്നെ കണ്ടുവരുന്ന ഒരു സ്വഭാവവിശേഷമാണ് ചിലതിനോട് കൂടുതൽ ഇഷ്ടവും മമതയും പ്രകടിപ്പിക്കാനിടവരിക എന്നുള്ളത്. ഈ ഇഷ്ടവും മമതയും തോന്നുന്നത് ആളുകളോടാകാം, സ്ഥലത്തിനോടാകാം, ആശയത്തിനോടാകാം. ആശയതലത്തിൽ എടുക്കുമ്പോൾ യേശുവിനും ചില ആശയങ്ങളോട് വളരെയേറെ മമത യേശു പ്രകടിപ്പിച്ചിരുന്നതായിട്ട് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിൽ യേശുവിന് വളരെയേറെ മമത ഉണ്ടായിരുന്ന ആശയമാണ് സ്വർഗരാജ്യം, ദൈവരാജ്യം എന്ന് പറയുന്ന ആശയം. ഈ ആശയം അനുവാചകരിലെ തന്റെ അനുയായികളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി യേശു പല അവസരങ്ങളിലും പല തരത്തിലും ശ്രദ്ധിക്കുന്നതായിട്ടും നാം സുവിശേഷത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. യേശുവിന്റെ ചിന്താരീതികള്, സ്വർഗരാജ്യത്തെ സംബന്ധിച്ചുള്ള തന്റേതായ കാഴ്ചപ്പാടുകള്, അതിന്റെ തനിമയിൽ ശ്രോതാക്കളിൽ എത്തിക്കുന്നതിനു വേണ്ടി യേശു കൂടുതൽ ഉപയോഗിച്ചു കാണുന്നത് കഥകള്, ഉപമകള്, അന്യോപദേശങ്ങള്, രൂപകങ്ങള്, ഈ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് യേശു തന്റെ കാഴ്ചപ്പാട്, തന്റെ ചിന്താരീതി വ്യക്തമാക്കുന്നതിനു വേണ്ടി അവലംബിക്കുന്നതായിട്ട് കാണുന്നത്. യഥാർത്ഥത്തിൽ സ്വർഗരാജ്യത്തെ സംബന്ധിച്ച് യേശു പറയാനിട വന്നിട്ടുള്ള കഥകളും ഉപമകളും മറ്റ് ഒരാശയം അവതരിപ്പിക്കുന്നതിനു വേണ്ടി യേശു പറഞ്ഞിട്ടുള്ള ഉപമകളും കഥകളേക്കാൾ കൂടുതൽ ആണ് എന്നാണ് എന്റെ ഒരു നിഗമനം. എന്നാൽ അതേസമയം തന്നെ എന്റെ മനസ്സിലേക്ക് ഇതിനകം തന്നെ കയറി വന്നിട്ടുള്ള ഒരു ചിന്തയുണ്ട്. എന്തിനാണ് യേശു തനിക്ക് ഇഷ്ടപ്പെട്ട, തനിക്ക് ഏറ്റവും മമതയുള്ള, മനസ്സിനോട് അടുപ്പം തോന്നുന്ന ആ ആശയം അനുവാചകരിൽ എത്തിക്കുന്നതിനു വേണ്ടി കഥയും ഉപമയും ആശ്രയിക്കുന്നത്? നേരെ ചൊവ്വ അങ്ങോട്ട് പറയുകയല്ലേ നല്ലത്.
അപ്പോ ആളുകൾക്ക് മനസ്സിലാവൂലോ എന്ന ആശയം എന്റെ മനസ്സിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഞാൻ ആ ആശയത്തെപ്പറ്റി മനനം ചെയ്തപ്പോ എനിക്ക് മനസ്സിലാകുന്നത്, നേരെ ചൊവ്വേ ഒരു ആശയം പ്രകടിപ്പിക്കുമ്പോ ഉണ്ടാകുന്ന വിനിമയ പ്രക്രിയ അതിനേക്കാൾ വളരെ വ്യാപകമാണ്. ആ ആശയം ഒരു കഥയിൽ കൂടെ, ഉപമയിൽ കൂടെ, അന്യോപദേശത്തിൽ കൂടെ, രൂപകത്തിൽ കൂടെ അത് പ്രകാശിതമാക്കുമ്പോൾ. ഒരു ഉദാഹരണം കൊണ്ടത് വ്യക്തമാക്കാം. ഒരു കഥ കേൾക്കുന്ന പലരുണ്ട് എന്ന് വിചാരിക്കും. കഥ കേൾക്കുന്ന എല്ലാവരും തന്നെ ആ കഥയുടെ സന്ദേശം ഒരേ രീതിയിൽ അല്ല ഉൾക്കൊള്ളാനിടവരിക. കഥയുടെ മർമ്മം ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ട രീതിയിലെ ആ കഥ നൽകുന്ന സന്ദേശങ്ങളായിട്ട് തോന്നും. ഒരു ഉദാഹരണത്തിന് യേശു പറഞ്ഞ ധൂർത്തപുത്രന്റെ ഉപമ നമുക്കെടുത്ത് നോക്കാം. ഈ ഉപമ നമ്മൾ കേൾക്കുമ്പോൾ ചില ശ്രോതാക്കളുടെ മനസ്സിലേക്ക് കടന്നു വരാൻ ഇടവരുന്നത് ആ ഇളയ പുത്രന്റെ അനുസരണമില്ലാത്ത ജീവിതവും പിതാവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള പോക്കും ഒക്കെ ആയിരിക്കാം ചിലരുടെ മനസ്സിലേക്ക് കടന്നു വരിക. വേറെ ചിലരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ക്ഷമാപൂർവം കാത്തിരിക്കുന്ന പിതാവിന്റെ സ്നേഹത്തെപ്പറ്റിയായിരിക്കാം. ഇനിയും ഒരു കൂട്ടരില് ഈ കഥയുണ്ടാക്കുന്നത് മൂത്തപുത്രന്റെ ഇടുങ്ങിയ മനസ്സും സ്വാർത്ഥചിന്തയും ആകാം. നാലാമതൊരു കൂട്ടർക്ക് അനുഭവവേദ്യമാകാൻ ഇടവരുന്നത് ഇളയപുത്രൻ അനുസരണക്കേടും ധിക്കാരപൂർവവും പെരുമാറിയതിന്റെ ശിക്ഷ എന്ന രീതിയിൽ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവന്ന സഹനത്തെ സംബന്ധിച്ച് ആകാം. ഇങ്ങനെ വ്യത്യാസപ്പെട്ട മാനങ്ങള് വ്യത്യാസപ്പെട്ട വ്യക്തികളിൽ ആ ഒരേ കഥ ഉണ്ടാക്കാൻ ഇടവരുന്നതുകൊണ്ട് ആ ആശയം സന്നിവേശിപ്പിക്കപ്പെടുന്ന അതിന്റെ വ്യാപകത്വം വളരെ കൂടിയിരിക്കും. അതിന്റെ വിനിമയ പ്രക്രിയ വളരെ വ്യത്യാസപ്പെട്ടതാണ്. അതുകൊണ്ടും കൂടി ആയിരിക്കാം യേശു തന്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകള് പലതും നേരെ ചൊവ്വേ പറയുന്നതിന് പകരം കഥകളിൽ കൂടിയും ഉപമകളിൽ കൂടിയും അത് പ്രകാശിപ്പിക്കാൻ ഇടവരുന്നതെന്നാണ് ഞാൻ ഇപ്പോൾ ധരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം തന്നെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വർഗരാജ്യത്തെ സംബന്ധിച്ചുള്ള ഒരു കഥയാണ്. യേശു പറഞ്ഞ കഥ. ആ കഥ ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ അന്വേഷിച്ച് പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശ്യമാകുന്നു. ഇങ്ങനെയാണ് യേശു ആ കഥ തന്നെ ആരംഭിക്കുന്നത്. ഈ കഥ സാധാരണ രീതിയിൽ പുരോഹിതന്മാരുടെ മനസ്സിൽ പോലും ഉണ്ടാകാൻ ഇടവരുന്നത് ഈ കഥയിൽ തന്നെ യേശു പറഞ്ഞിട്ടുള്ള ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനാ അസൂയപ്പെടുന്നു എന്ന ആ വാചകത്തിന്റെ അടിസ്ഥാനത്തിൽ കൂലി കൊടുക്കുന്ന അവസരത്തിൽ വേലക്കാര് കാണിച്ച നിസ്സഹകരണവും അവിടെ ഉണ്ടാക്കിയ ഒരു ചിന്താക്കുഴപ്പത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യാഖ്യാനം, അത് സ്വാഭാവികമായിട്ട് അങ്ങനെ വ്യാഖ്യാനങ്ങളാണ് പരക്കെ അറിയപ്പെടാൻ ഇടവരുന്നത്. വേറെ ചില വ്യാഖ്യാനമായിട്ട് ദൈവത്തിന്റെ നീതിബോധം മനുഷ്യന്റെ നീതിബോധമല്ല എന്ന് കാണിക്കുന്നതിനും ഈ ഉദാഹരണം എടുത്തു കാണിക്കുന്നതായിട്ട് പരക്കെ നാം കേൾക്കാനിടവരുന്നു. എന്നാൽ ഇന്ന് ഈ കഥ സുവിശേഷമായിട്ട് എനിക്കായിട്ട് വായിച്ചു തന്നപ്പോ എന്റെ മനസ്സിലേക്ക് കയറി വരുന്ന വളരെ വ്യത്യാസപ്പെട്ട ഒരു ചിന്ത, ആ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇന്നത്തെ ഈ സുവിശേഷ പ്രഘോഷണം കൊണ്ട് ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ആ കഥയുടെ ആരംഭത്തിൽ നാം കാണുന്ന പോലെ ഒരു മുന്തിരിത്തോട്ടം, ആ മുന്തിരിത്തോട്ടത്തിലെ വിളവുകൾ സമൃദ്ധം, അത് വിളഞ്ഞു നിൽക്കുന്നു. അങ്ങനെ വിളവുകൾ സമൃദ്ധമായിട്ട് മൂത്തുപഴുത്തു നിൽക്കുന്ന മുന്തിരിത്തോട്ടത്തിലെ മുന്തിരിക്കുലകൾ സമൃദ്ധമായിട്ട് നിൽക്കുന്ന ആ തോട്ടമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത്. ഇത് ആ തോട്ടം ഒരു സമൃദ്ധിയുടെ അടയാളമാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഒരു തൃപ്തിയുടെ അടയാളമാണത്. മുന്തിരി നന്നായി കായ്ച്ചിരിക്കുന്നു, നല്ല പാകമായിരിക്കുന്നു, വിളവെടുപ്പിന് സമയമായിരിക്കുന്നു. ഒരു തൃപ്തിയുടെയും സമൃദ്ധിയുടേതുമായിട്ടുള്ള സന്ദേശം ആ മുന്തിരിത്തോട്ടം നമുക്ക് നൽകുകയാണ്. അപ്പോ സ്വർഗത്തിലെ പൗരന്മാരെ അതിനാൽ തന്നെ യഥാർത്ഥത്തിലൊരു തൃപ്തിയുടെ സംതൃപ്തിയുള്ള മനുഷ്യരായി തീരണം എന്നൊരു സന്ദേശം ആദ്യമായിട്ടും അധികമായിട്ടും യേശു പറഞ്ഞ ഈ മുന്തിരിത്തോട്ടത്തിന്റെ കഥ സന്നിവേശിപ്പിക്കുന്നില്ലേ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു തൃപ്തി,
സംതൃപ്തിദായകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് സ്വർഗരാജ്യത്തിലുള്ള ജീവിതത്തെപ്പറ്റി ചിന്തിക്കുന്ന മനുഷ്യരിലെ ആദ്യമായിട്ടുണ്ടാകേണ്ടത്. അതൃപ്തികരമായിട്ടുള്ളൊരു മനുഷ്യൻ സ്വർഗരാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു ജീവിതമാണ് നയിക്കുന്നത് എന്ന് പറയുക വിഷമം. പക്ഷെ അതേ സമയത്ത് തന്നെ സംതൃപ്തി ഉണ്ടായി തൃപ്തികരമാണ്. ആ ഉണ്ടായ സംതൃപ്തിയിലും വളരെയേറെ തൃപ്തി കാണിച്ചുകൊണ്ട് അലസതപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു വീട്ടുടമസ്ഥനെ അല്ല നമ്മൾ ഇതിൽ കാണുന്നത്. സംതൃപ്തമായിട്ട് അലസത കാണിക്കുന്ന ഒരു വീട്ടുടമസ്ഥനേക്കാൾ ആ വീട്ടുടമസ്ഥൻ തന്റെ തോട്ടത്തിലേക്ക് വേലക്കാരെ അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെടുകയാണ്. അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്സാഹം കാണിക്കുന്ന ഒരു രീതി. ഇവിടെ സ്വർഗരാജ്യത്തിൽ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ സംതൃപ്തിയുടെ ഒരു മൂടുപടത്തിൽ അലസമായിട്ട് ജീവിതം നയിക്കേണ്ടവനല്ല, മറിച്ച് ഉത്സാഹത്തോടുകൂടെ ജീവിതത്തിലേക്ക് ഇറങ്ങേണ്ടവനാണ് എന്നൊരു സന്ദേശം കൂടി ഈ ഉപമ, ഈ കഥ നമുക്കായിട്ട് നൽകുന്നുണ്ട് എന്ന് വേണം വിചാരിക്കാം. ഈ ഉത്സാഹം യഥാർത്ഥത്തിൽ ആരംഭശൂരത്വം എന്ന് പറയുന്ന ഉത്സാഹം അല്ല ഈ കഥയിലുള്ള വീട്ടുടമസ്ഥൻ നടത്തുന്നത്. മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങള് ഉത്സാഹപൂർവ്വം അങ്ങോട്ട് തുടങ്ങും, പക്ഷെ തുടങ്ങിയ രീതിയിൽ അതങ്ങോട്ട് അവസാനിപ്പിക്കുകയും ചെയ്യും. ഈ വീട്ടുടമസ്ഥന്റെ ജീവിതചര്യ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ യേശു പറഞ്ഞ കഥയില് വീട്ടുടമസ്ഥൻ വേലക്കാരെ അന്വേഷിച്ച് പ്രഭാതത്തിൽ തന്നെ ഇറങ്ങി പുറപ്പെട്ടു. 3-ാം മണിക്കൂറിൽ ഇറങ്ങി, 6-ാം മണിക്കൂറിൽ വീണ്ടും പോയി, 9-ാം മണിക്കൂറിൽ വീണ്ടും അന്വേഷിച്ചു, 11-ാം മണിക്കൂറിലും അന്വേഷിക്കുന്നു. അങ്ങനെ ക്രമപ്രവർത്തമായ രീതിയിൽ ചിട്ടയോടും നിഷ്ഠയോടും കൂടെ തന്റെ ആ ഉത്സാഹശീലം ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്ന ഒരു വീട്ടുടമസ്ഥനെയാണ് യേശു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ആരംഭശൂരത്വമാകുന്ന ഉത്സാഹശീലം സ്വർഗരാജ്യത്തിലെ പൗരന്റെ ലക്ഷണമാകും എന്ന് വിചാരിക്കേണ്ടതില്ല. നമ്മളിലുണ്ടാകുന്ന ഉത്സാഹം, ആ അന്വേഷണത്വര ചിട്ടയായിട്ടും നിഷ്ഠയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത് അനുവർത്തിക്കേണ്ടതുണ്ട് എന്നൊരു സത്യവും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 4ാമതായിട്ട് ഈ കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം ലേൺ ടു തിങ്ക് ഡിഫറന്റ്ലി എന്ന് പറയും. വ്യത്യാസപ്പെട്ട രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പഠിക്കണം. അതിനുള്ള ഒരു ആർജവത്വം നിങ്ങൾക്കുണ്ടാകണമെന്നും യേശു ഉദ്ദേശിക്കുന്നില്ലേ എന്ന് തോന്നുകയാണ്. സാധാരണ രീതിയിൽ ആദ്യം വന്നവർക്കാണ് ആദ്യം കൂലി, അവസാനം വന്നവർക്ക് അവസാനമാണ് കൂലി. പക്ഷേ യേശു പറഞ്ഞ കഥയിലെ ആദ്യം വന്നവർക്ക് അവസാനവും അവസാനം വന്നവർക്ക് ആദ്യവും കൂലി കൊടുക്കാൻ തയ്യാറാകുന്നു. ലേൺ ടു തിങ്ക് ഡിഫറന്റ്ലി, വ്യത്യാസപ്പെട്ട രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു പ്രാപ്തി കാണിക്കുന്ന ഒരു വീട്ടുടമസ്ഥൻ. സാഹചര്യത്തിനനുസരിച്ച്, സാഹചര്യം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഔചിത്യപൂർണമായ രീതിയിൽ അപ്പോൾ ആർജവത്വത്തോടുകൂടി ഭാവാത്മകമായി ക്രിയാത്മകമായിട്ട് അത് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു വശം സ്വർഗരാജ്യത്തിന്റെ പൗരന്മാർക്ക്, സ്വർഗരാജ്യം ലക്ഷ്യമാക്കിയിട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് അവശ്യമായിട്ട് ഉണ്ടാകേണ്ടതാണ് എന്നൊരു സത്യം യേശു നമ്മളെ പഠിപ്പിക്കുകയാണ് ഇതിലൂടെ. അങ്ങനെ 5ാമത്തേതായിട്ട് വരുമ്പോ ഇങ്ങനെ ലേൺ ടു തിങ്ക് ഡിഫറന്റ്ലി എന്ന് വിചാരിച്ച് വ്യത്യാസപ്പെട്ട രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും സമൂഹത്തിൽ നിന്ന് എതിർപ്പുകളുണ്ടാകും. ഇവിടെ ആ വീട്ടുടമസ്ഥനെതിരായി അവിടെ ജോലിക്ക് വേണ്ടി ക്ഷണിച്ച് വന്നിട്ടുള്ള എല്ലാ ജോലിക്കാരും തന്നെ ഒരു പ്രക്ഷോഭം തന്നെ സംഘടിപ്പിക്കുന്നതായിട്ടാണ് യേശു പറഞ്ഞ കഥയിൽ കാണുന്നത്. അപ്പോൾ എതിർപ്പിന്റേതായിട്ടുള്ള ഒരു അന്തരീക്ഷം, എതിർപ്പിന്റേതായിട്ടുള്ള അനുഭവം അങ്ങനെ വ്യത്യാസപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുമെന്ന് യേശു മുന്നേ കാണിക്കുകയാണ്. ഇങ്ങനെ വ്യത്യാസപ്പെട്ട ഒരു എതിർപ്പിന്റേതായിട്ടുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ ഭയപ്പെട്ട് അതിന് അധീനപ്പെടാതെ വളരെ വളരെ ധീരമായ രീതിയിൽ
ഉചിതമാണ് തങ്ങളുടെ തീരുമാനം, ഉചിതമാണ് പ്രവർത്തനം, ഔചിത്യപൂർണമായിട്ടുള്ള ചിന്തയാണ് എന്ന ബോധ്യം ഉത്തമമായിട്ട് ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ നിൽക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള കെൽപ്പ് നിങ്ങൾ കാണിക്കണം. അതിനുള്ള ആർജവത്വം നിങ്ങൾക്കുണ്ടാകണം. അതിന്റെ ധീരോദാത്തം നിങ്ങൾ പ്രകടിപ്പിക്കണം. ഈ ധീരോദാത്തമായിട്ടുള്ള പ്രകൃതിയും സ്വർഗരാജ്യം ഉന്നം വെച്ച് ജീവിക്കുന്ന വ്യക്തികളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ 5 വ്യത്യാസപ്പെട്ട ചിന്തകള് ഇന്ന് സുവിശേഷമായിട്ട് യേശു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കഥ നമുക്കായിട്ട് നൽകുന്നില്ലേ എന്നാണ് എന്റെ ചിന്ത. ഒന്നാമത്തെ ചിന്ത, സ്വർഗത്തെ ലക്ഷ്യമാക്കിയിട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് ആദ്യമായിട്ടും അധികമായിട്ടും ഉണ്ടാകേണ്ടത് ഒരു സംതൃപ്തിയുടേതായിട്ടുള്ള മനസ്ഥിതി, ഒരു തൃപ്തിയുടേതായിട്ടുള്ള മനോഭാവം, ജീവിതത്തിലെ സന്തോഷകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം അത് ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, ആ സംതൃപ്തിയിലെ അങ്ങനെ വിലയം ചെയ്ത് അലസമായിട്ട് ജീവിക്കേണ്ടതല്ല, ഉത്സാഹത്തോടുകൂടി അന്വേഷിച്ച് വീണ്ടും വീണ്ടും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള ഒരു മനസ്ഥിതിയും ആ വ്യക്തിയിൽ ഉണ്ടാകണം. ആ ഉത്സാഹശീലം യഥാർത്ഥത്തിൽ ആരംഭശൂരത്വം മാത്രമായി തീരാതെ ക്രമപ്രവർത്തമായ ചിട്ടയോടും നിഷ്ഠയോടും കൂടെ ജീവിതത്തിൽ അത് പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ ചിന്ത. നാലാമത്തെ ചിന്ത, വ്യത്യാസപ്പെട്ട രീതിയിൽ ചിന്തിക്കാനും ആവശ്യമെങ്കിൽ വ്യത്യാസപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാനുമുള്ള ഒരു വൈഭവം നേടിയെടുക്കേണ്ടതുണ്ട്. സ്വർഗത്തെ ലക്ഷ്യമാക്കിയിട്ട് ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനെ എന്ന ആശയമാണ് നാലാമത്തേതായിട്ട്. അങ്ങനെ വ്യത്യാസപ്പെട്ട രീതിയിൽ ചിന്തിക്കുകയും സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള ചിന്തയ്ക്ക് അല്പം വ്യത്യാസപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ നിന്ന് അവശ്യം എതിർപ്പുകൾ നേരിടേണ്ടി വരുമെന്നും അങ്ങനെ ഉണ്ടാകുന്ന എതിർപ്പുകൾ ധീരമായ രീതിയിൽ തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള കെൽപ്പ് നിങ്ങൾ നേടിയെടുക്കണമെന്നുള്ളതാണ് അഞ്ചാമത്തെ ആശയം. ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് സ്വർഗരാജ്യത്തിലെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന യഥാർത്ഥ തന്റെ അനുയായി എന്ന യേശു നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് വേണം ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്.